നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇന്നലെ നീ മുറിയിലേക്ക് പോയില്ലേ? ഇപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോ ഹോളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. എവിടെ ഇരുന്ന് ഉറങ്ങിയാലും നിനക്കെന്താ? എന്റെ ഉറക്കം ശല്യം ചെയ്യാനാണോ നീ ആദ്യം രാവിലെ എഴുന്നേറ്റത്? ഞാൻ എപ്പോ എഴുന്നേക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. അല്ലെങ്കിലും ഞാൻ ഈ സമയത്ത് എഴുന്നേക്കാറുണ്ടല്ലോ. ഓ, ഇത് നിന്റെ വീടാണല്ലോ, അതുകൊണ്ട് നിനക്ക് തോന്നുമ്പോ എഴുന്നേക്കാം, ഉറങ്ങാം. എനിക്കേ നിന്നോട് സംസാരിക്കാനൊന്നും സമയമില്ല. കണ്ണേട്ടന് രാവിലെ ചായ കൊടുക്കണം. നിനക്ക് വേണമെങ്കിൽ നിനക്കും തരാം. എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ട. അത് നീയും നിന്റെ ഭർത്താവും കൂടി കുടിച്ചാ മതി. ഒന്ന് മയങ്ങി വന്നപ്പോ അടുക്കളയിൽ വന്നവള് ശബ്ദം ഉണ്ടാക്കി എന്റെ ഉറക്കം കളയാനായിട്ട്. കല്യാണത്തിന് മുൻപ് എന്റെ വീട്ടിൽ വെച്ചാണ് നീ ഇത് ചെയ്തതെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു എന്ന് നിനക്കറിയാലോ. എങ്കിലിപ്പോ തിളപ്പിക്കുന്ന ആ ചൂട് പാലുണ്ടല്ലോ, നിന്റെ മുഖത്ത് വീണേനെ. മുമ്പ് അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിനാ ഇന്ന് എനിക്കിങ്ങനെ നല്ലൊരു ജീവിതം കിട്ടിയത്. അതിലെനിക്ക് അഹങ്കാരമൊന്നുമില്ല. എന്റെ കണ്ണേട്ടനൊത്ത് ആപത്തൊന്നും കൂടാതെ ജീവിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വെളുപ്പാൻ കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട്. വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നങ്ങള് ഫലിക്കുന്ന പറയുന്നത്. ഇനി അയാൾ നടന്നു തുടങ്ങിയോ? പോയി. വീൽ ചെയർ ഉണ്ട്, ബെഡിൽ ആളെ കാണുന്നില്ലല്ലോ.